ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് സ്വിച്ച് വേർഡ് എന്താണെന്നുള്ളതാണ്. ചിലവർ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടാവും, അതേപോലെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും. ചിലർക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴും ചിലർക്ക് ഡൗട്ടുണ്ട്, എന്താണ് സ്വിച്ച് വേർഡ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്വിച്ച് വേർഡുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള വ്രതമോ അല്ലെങ്കിൽ ശുദ്ധിയോ അങ്ങനെയൊന്നും നമുക്ക് നോക്കണ്ട. ഒരു ടൈമും ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഏത് ടൈം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്വിച്ച് വേർഡ് പ്രാക്ടീസ് ചെയ്യാം ഉള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്നത്, സ്വിച്ച് വേർഡുകൾക്ക് നമ്മുടെ ഊർജ്ജത്തെ അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവലിനെ മാറ്റുവാനുള്ളൊരു ശക്തിയുണ്ട്. അതായത് എല്ലാ വേർഡുകളെയും, അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് കുറേ വേർഡ്സ് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ആ വേർഡ്സിനെ എല്ലാത്തിനെയും നമുക്ക് ഒരു സ്വിച്ച് വേർഡിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് ഈ സ്വിച്ച് വേർഡ് കണ്ടുപിടിച്ചത് ആരാന്ന് ഞാൻ പറയാം. ജെയിംസ് ടി മാങ്കൻ എന്ന് പറഞ്ഞ ഒരു ആളാണ് ഈ പറഞ്ഞ സ്വിച്ച് വേർഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ സീക്രട്ട് ഓഫ് പെർഫെക്റ്റ് ലിവിങ് എന്ന ബുക്കിലാണ് ഈ സ്വിച്ച് വേർഡിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലും നമ്മൾ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വിച്ച് വേർഡ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കയറി പോരാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏത് സിറ്റുവേഷനിലും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണമാണ് ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഈ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ പാർട്ടാണ്. അതായത് കീവേഡ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിൽ കൂട്ടിച്ചേർത്തുകൊണ്ടും പറഞ്ഞും എഴുതിയും ഫലം നേടുന്ന ഒരു രീതിയാണ് ഈ സ്വിച്ച് വേർഡിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ തലച്ചോറിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു എന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് കിട്ടുക. അതായത് ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് സ്വിച്ച് വേർഡ് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ആ പോസിറ്റീവ് തന്നെ കിട്ടും. നെഗറ്റീവിലാണ് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുമില്ല. അപ്പോൾ കറക്റ്റായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. 100% ആരും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. അപ്പോൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത് ഷാൻഡ് ചെയ്യാം, അതായത് നിങ്ങൾക്ക് ഉരുവിടാം സ്വിച്ച് വേർഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വയ്ക്കാം. ഇപ്പോൾ ജേണലിൽ സ്ഥിരമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇഷ്ടം പോലെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും പല വീഡിയോസും കണ്ടിട്ടുണ്ട്. എഴുതുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ വാൾപേപ്പറായിട്ട് ഒട്ടിച്ച് വയ്ക്കുന്ന ആൾക്കാരുണ്ട് പ്രിൻ്റ് എടുത്തിട്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വിസിബിലിറ്റി എവിടെയാണോ കിട്ടേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പുതിയ ജോലി കിട്ടാനും അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് സ്വിച്ച് വേർഡ്സ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിച്ച് വേർഡ്സ് നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ജോലി കിട്ടണം എന്നാണ് അതിൻ്റെ സ്വിച്ച് വേർഡാണ് വേണമെന്നുണ്ടെങ്കിൽ, ഫൈൻഡ് ന്യൂ ജോബ് നൗ എന്നാണ് ആ സ്വിച്ച് വേർഡ് എഴുതേണ്ടത്. അങ്ങനെ പല കാര്യത്തിനും പല സ്വിച്ച് വേർഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പുതിയ ജോലി കിട്ടാനുള്ള സ്വിച്ച് വേർഡും, അതേപോലെ തന്നെ ഹയർ പേ, അതായത് നമുക്ക് കൂടുതൽ ശമ്പളം കിട്ടാനുള്ള സ്വിച്ച് വേർഡും, പിന്നെ നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യാനുള്ള സ്വിച്ച് വേർഡുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് അതെടുക്കണേ. എന്നിട്ട് അത് ഒരു 21 പ്രാവശ്യമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര നമ്പേഴ്സ് വേണമെങ്കിലും എഴുതാം. 21 പ്രാവശ്യമെങ്കിലും മിനിമം എഴുതുക. അപ്പോൾ അത് പറയുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. റെഡ് കളർ ഇങ്ക് കൊണ്ട് എഴുതുക. നല്ല മാറ്റം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ കാരണം, എൻ്റെ ജീവിതത്തിലും കുറേ അധികം മാറ്റം വരുത്തിയത് ഈ ഒരു സ്വിച്ച് വേർഡാണ് പല കാര്യങ്ങളിലും. കാരണം ഞാൻ ഉപയോഗിച്ചിരുന്ന സ്വിച്ച് വേർഡ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തിരുന്ന 2 സ്വിച്ച് വേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാൻ യൂസ് ചെയ്ത സ്വിച്ച് വേർഡ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളും
ഞാനതിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്വിച്ച് വേർഡ്സ് ജസ്റ്റ് നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരിക. സിമ്പിളായിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണം അല്ലെങ്കിൽ ക്യാഷ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ അതിനും സ്വിച്ച് വേർഡ് ഉണ്ട്. ഫൈൻഡ്, ഡിവൈൻ, കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞ ഒരു സ്വിച്ച് വേർഡ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് അർജൻറ്റായിട്ട് ക്യാഷ് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴത്തേക്ക് ആൾക്ക് അടയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷും അങ്ങനെയൊക്കെ കൊടുത്തു. പിന്നെ ആൾക്ക് കുറച്ചും കൂടെ എമൗണ്ട് വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പം ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം തലേ ദിവസം ആൾ എന്നോടിത് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് തന്നെ ആളോട് ഈ ഒരു നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവർ രക്ഷപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കില്ലേ. അവർക്ക് ക്യാഷും ഓപ്പണായി കിട്ടുക എന്ന് പറയുന്നതും വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു കൊടുത്തൊരു സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഫൈൻഡ്, ഡിവൈൻ, കൗണ്ട് ഡൗൺ എന്നുള്ള ഒരു സ്വിച്ച് വേർഡാണ്. ഞാനത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആൾക്ക് എന്ന് വെച്ചാൽ സിബിലും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഒരു ആപ്പ് ലോണും അങ്ങനെ ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. കാരണം കുറച്ചധികം ബുദ്ധിമുട്ടിലാണ് കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ വഴിക്ക് ആൾ ആത്മാർത്ഥമായിട്ടത് ചൊല്ലി. ആൾ പിറ്റേ ദിവസം രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് അപ്രതീക്ഷിതമായിട്ട് പൈസ കിട്ടി, എനിക്ക് അടയ്ക്കാൻ പറ്റി, വളരെ നന്ദിയുണ്ട്, ഞാൻ അത്ര ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്താണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നോർമലി ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അത്ര ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു സന്തോഷം വരുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് നമുക്ക് ഒരുപാട് ഇത് വന്ന ആൾക്കാരുണ്ട്. അതായത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, കിട്ടാത്തവരുമുണ്ട്. അപ്പോൾ കിട്ടാത്തവരെന്ന് പറഞ്ഞാൽ ഒരു 5%, 100ൽ ചിലപ്പോൾ ഒരു 5% അല്ലെങ്കിൽ ഒരു 10% ആൾക്കാർക്കായിരിക്കും കിട്ടാതെ ഇരിക്കുന്നത്. പക്ഷേ കിട്ടിയ ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യുക. കാരണം നമുക്കിത് പൈസ ചിലവില്ല ഇത് പ്രാക്ടീസ് ചെയ്യാൻ, പിന്നെ സമയമില്ല, ഒരു വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇത് എഴുതുക അല്ലെങ്കിൽ പറയുക. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിൽ തന്നെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ നെക്സ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് വ്യത്യാസം വന്നിട്ടുള്ള ആ 2 സ്വിച്ച് വേർഡ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണെങ്കിലും ജോലി കിട്ടാതെയൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണുക ഫുള്ളായിട്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത്യാവശ്യം വേണ്ടുന്ന സ്വിച്ച് വേർഡ്സ് കൊടുക്കാം. അത് ഒന്ന് നോക്കുക, എന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അനുഭവം എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം അമ്മമാരൊക്കെ ഈ വീഡിയോ കാണുകയാണ്, അവർക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം മക്കളെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിവ്യൂ ഇടിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരമാണ് അല്ലേ. അപ്പം നമ്മൾ പറയുമ്പോൾ മാത്രമാണ് നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ അറിയുള്ളൂ. നമ്മൾ സംസാരിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അനുഭവം ഷെയർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടിയിപ്പിക്കുക. കുട്ടികളെ കൊണ്ടാണെങ്കിലും ഒന്ന് ഇടിയിപ്പിക്കുക, അവർക്ക് അറിയായിരിക്കും. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് ഇടിയിക്കുക, അല്ലെങ്കിൽ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇടിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടുക. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.